തളർന്നെങ്കിൽ കോൺഗ്രസിനൊരൽപ്പം ക്ഷീണമൊക്കെ ആകാം. കോൺഗ്രസ് അവസാന റൗണ്ടിൽ വാടി തളർന്നിരിക്കുന്നു. വീണ്ടും കോൺഗ്രസ് എയറിലാവുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മഞ്ഞുകൊണ്ടതൊക്കെ വെറുതെയായി എന്നാണ് സോഷ്യൽ മീഡിയ വിലയിരുത്തുന്നത്. വിശാലമായ ഒരു വാതിൽ കോൺഗ്രസിന് മുന്നിൽ തുറന്നു കിട്ടിയിട്ട് പോലും ശരിയായ രീതിയിൽ പാർട്ടി അതിനെ വിനിയോഗിച്ചില്ല എന്ന് തന്നെ പറയാം. കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ ഭാരത് ജോഡോ യാത്ര അവസാനിച്ചത് കാശ്മീരിന്റെ മണ്ണിലാണ്. മഞ്ഞിൽ നിന്ന് വിറങ്ങലിച്ചുകൊണ്ട് പ്രസംഗിച്ച രാഹുലിനെ കാശ്മീർ ജനത കണ്ട ഭാവം നടിച്ചില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ ജനവിധി. ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തരുതേ. എന്തു വിധിയാണിത്? ഹരിയാന തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു സോഷ്യൽ മീഡിയ ഉപഭോക്താവ് ഉയർത്തിയ കമന്റാണിത്. ഹരിയാന ജമ്മു കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ കോൺഗ്രസിന് ലഭിച്ച സീറ്റു നില വിലയിരുത്തി സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഒരു ലോഡ് കമന്റുകളാണ്. വീണ്ടും ഒരു ജനവിധി പുറത്തു വരുമ്പോൾ ട്രോളുകളിൽ ഒതുങ്ങാനാണ് കോൺഗ്രസിന്റെ വിധി എന്ന് സൂചിപ്പിക്കുന്ന ഫലങ്ങളാണ് റിപ്പോർട്ട് ചെയ്തതും. ഹരിയാനയിൽ അധികാരം തിരിച്ചു കിട്ടുമെന്ന് 100% ഉറപ്പിച്ച കോൺഗ്രസിന് അപ്രതീക്ഷിത തിരിച്ചടി നൽകി BJP കേവല ഭൂരിപക്ഷം കടന്നു. ആകെയുള്ള ആശ്വാസം ജമ്മു കാശ്മീരാണ് എന്ന് പറയാം. അപ്പോഴും കാശ്മീരിൽ നേട്ടം കൊയ്തതിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാനുള്ള സാധ്യതകളും അടയുകയാണ്. കാരണം 30ഓളം സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും 10 സീറ്റിൽ ലീഡ് നേടാൻ പോലും ഇതുവരെയുള്ള കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യമായിരുന്നു ജമ്മു കാശ്മീരിൽ മത്സരിച്ചത്. 41 സീറ്റുകളിൽ ലീഡ് നേടി NC കരുത്തു കാട്ടിയെങ്കിലും ഒപ്പം കൂടിയ കോൺഗ്രസിന് സന്തോഷിക്കാൻ യാതൊരുവിധ വകയും കിട്ടിയില്ല എന്ന് പറയാം. പെറുക്കി കൂട്ടിയാൽ 6 സീറ്റുകളാണ് ലീഡിലുള്ളത്. അതേസമയം ജമ്മുവിൽ മുന്നേറ്റം നടത്തിയ BJP 29 സീറ്റുകളിൽ ലീഡ് നേടിയിരിക്കുകയാണ്. ഹരിയാനയിൽ ഇത്തവണ അധികാരത്തിൽ കയറാനുള്ള വലിയൊരു അവസരം മുന്നിൽ വന്നിട്ട് പോലും അത് ഉപയോഗിക്കപ്പെടുത്താൻ കോൺഗ്രസിന് കഴിയാതെ പോയി. BJPയുടെ സദ്ഭരണത്തെ മറികടക്കാൻ കോൺഗ്രസിന്റെ വാദങ്ങൾക്കും പ്രചാരണങ്ങൾക്കും സാധിച്ചില്ല. എന്നാൽ ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് പുലർത്തിയത് അതിലും വലിയ പ്രതീക്ഷകളായിരുന്നു. മെഹബൂബ മുഫ്തിയുടെ PDPക്കും മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ഹരിയാനയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ മലയാളം വാർത്താ ചാനലുകളെ ട്രോളിക്കൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ രംഗത്ത് വന്നു. രാവിലെ പല ചാനലുകളും കണ്ടപ്പോൾ എന്തൊരു പടക്കം പൊട്ടിക്കലായിരുന്നു. പടക്കം പൊട്ടിക്കലായിരുന്നു. കർഷക സമരം, ഗുസ്തിക്കാരുടെ സമരം, ഒളിമ്പ്യനെ ഇറക്കി, മലപ്പുറം കത്തി, അങ്ങനെയായിരുന്നു. എന്നിട്ട് എന്തായി? മുഹബത്തിന്റെ കടയിൽ ലഡു വിതരണം ചെയ്യുകയാണ്. മാധ്യമങ്ങളും അതിനൊപ്പമായിരുന്നു. വിനു V. ജോണും പ്രശാന്ത് രഘുവംശത്തെയും 2 ദിവസത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കണേ. കെട്ടിത്തൂങ്ങിച്ചാകുമെന്ന് അറിയില്ല. എന്തുമാത്രം സങ്കടമാണ് എന്നറിയാമോ അവർക്ക്? ആത്മഹത്യ ചെയ്യുമെന്ന് പേടിയാ. മറ്റു മാധ്യമ പ്രവർത്തകരും ഇതിനൊപ്പം ഉണ്ടായിരുന്നു. എല്ലാവരുടെയും പേര് പറയുന്നില്ല എന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണിത്. ഹിന്ദി ഹൃദയഭൂമിയിലാണ് എന്നൊക്കെയായിരുന്നു ചാനലുകൾ പറഞ്ഞത്. അതേ ഹിന്ദി ഹൃദയഭൂമിയിൽ തന്നെയാണ്. ഹരിയാന കുരുക്ഷേത്ര യുദ്ധം നടന്ന മണ്ണാണ്. നിങ്ങൾക്ക് കഴിയില്ല. 10 വർഷം കഴിഞ്ഞ് 15ാം വർഷത്തിലേക്ക് പോവുകയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഹിന്ദി ഹൃദയത്തിലല്ല, ഈ രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയത്തിലാണ് മോദിയും BJPയും എന്നും അദ്ദേഹം പറഞ്ഞു. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഒക്കെ ഭരണം പോകുമെന്ന് പറഞ്ഞിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിൽ തിരിച്ചെത്തി. ലഡു നമ്മളാണ് വിതരണം ചെയ്യുന്നത്. BJPയെ ജനഹൃദയത്തിൽ നിന്ന് ഇറക്കാൻ ഒരു ഗൂഢാലോചനയ്ക്കും കഴിയുകയില്ല. 1 മാസം കഴിയുമ്പോൾ പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് വരും. നിങ്ങൾ എഴുതി വെച്ചു, തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ജയിക്കാൻ പോകുന്നത് BJP തന്നെയായിരിക്കുമെന്നും സുരേന്ദ്രൻ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.